ഈ തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്തായാലും അതിഗംഭീരമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഞാനാണ് ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സർപ്രൈസ് കൊടുക്കാനൊക്കെ ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്യാം. ഈ പ്രാവശ്യം എൻ്റെ ബഡ്ജറ്റ് കുറച്ച് കമ്മിയായതുകൊണ്ട് ഞാനൊന്നും പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തില്ല. ഞാനൊരു ഷർട്ടും പാൻറ്റും മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലെനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ രന്തി എന്നെ ശരിക്കും ഞെട്ടിച്ചു. ഇത്രയും വലിയ സർപ്രൈസ് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചില്ല. രന്തി ഒരാഴ്ച മുന്നേ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ലേ, നീ സർപ്രൈസ് ഒന്നും പ്രതീക്ഷിക്കണ്ടേ, ഗിഫ്റ്റേ പ്രതീക്ഷിക്കണ്ടാന്ന്. ഞാനതുകൊണ്ട് തന്നെ ആ മൈൻഡിലാണ് നിന്നത്. എന്താ സർപ്രൈസ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോ പോയി കണ്ടാൽ മതി, അത് ഞാനിവിടെ ടാഗ് ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രന്തി എന്നോട് പറഞ്ഞു നമുക്ക് ഈവനിങ് പുറത്തു പോവാം, ഇപ്പം ഞാൻ പണിക്കോട്ടെ. അങ്ങനെ രന്തി പണിക്ക് പോയിട്ട് ഈവനിങ് ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വന്നു. പുറത്തു വന്നെന്ന് വെച്ചാൽ ആദ്യം ഫുഡ് കഴിക്കലാണ് പരിപാടി. അതിനുവേണ്ടി ഞങ്ങൾ ഫർദി മന്തിയിലേക്കാണ് ആദ്യം വന്നത്. തലശ്ശേരിയിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന റെസ്റ്റോറൻ്റാണ്. എന്തായാലും ഇവിടുത്തെ മന്തി നല്ല സൂപ്പറാണ്. ഞങ്ങൾ ഒരു തവണ കഴിച്ചിട്ടുണ്ട്. ഇതാണ് പെരിപ്പരി മന്തി, ഇത് ഇഫ മന്തി. രണ്ടും അത്യാവശ്യം സ്പൈസിയാണ്. പെരിപ്പെരിനെക്കാട്ടി കുറച്ചൊരു സ്പൈസി കുറവാണ് ഇഫ. അപ്പം അതുകൊണ്ടാണ് റാനുവിന് അത് വാങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് മന്തി കഴിക്കുന്നത് കല്യാണത്തിന് ശേഷമാണ്. രന്തി തന്നെയാണ് എനിക്ക് വാങ്ങി തന്നത്. പക്ഷേ ആദ്യം കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായില്ല. പിന്നെ രണ്ടാമത് കഴിച്ചു, അന്നേരം എനിക്കിഷ്ടമായില്ല. പിന്നെ മൂന്നാമത് മനസ്സില്ലാ മനസ്സോടെ രന്തി എന്നെ വാങ്ങി തന്നപ്പോൾ കഴിച്ചതാണ്, അതെനിക്കിഷ്ടമായി. അതിനുശേഷം ബിരിയാണി എൻ്റെ ലിസ്റ്റിൽ രണ്ടാമതായി. ഞാനിപ്പോൾ എവിടെ പോയാലും മന്തി മതി എന്നേ പറയാറുള്ളൂ. രന്തി എന്നെ കളിയാക്കും ചെയ്യും, പണ്ട് നിനക്കിത് കണ്ടുകൂടാലോ, ഇപ്പം എന്ത് പറ്റിയെന്ന്. പക്ഷെ എന്താണെന്നറിയില്ല, കുറേ പേർക്ക് അങ്ങനെ തന്നെയാണ്. പലരും എൻ്റെ അടുത്ത് പറയുമ്പോൾ പറയാറുണ്ട്, മന്തി എനിക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നു, ഇപ്പാണ് ഇഷ്ടം. എന്തായാലും ഇത് ഞാൻ എന്തായാലും ഇപ്പോൾ ആസ്വദിച്ച് കഴിക്കട്ടെ. ഇത് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഇവിടെ വന്നൊന്ന് കഴിച്ചോട്ടോ. ഞങ്ങളെ മോന് മന്തി എന്ന് പറഞ്ഞാൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റാണ്. എന്നാണ് ഇവൻ ആദ്യമായിട്ട് മന്തി കഴിച്ചത് അന്നോട്ട് മന്തിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. എപ്പം പുറത്തു പോയാലും ഞങ്ങളുടെ അടുത്ത് പറയും മന്തി വേണമെന്ന്. ഞങ്ങൾ പിന്നെ മന്തിയിലാണ് ഇങ്ങനെ പുറത്തുനിന്ന് കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നിൽക്കുള്ളൂ. അന്നേരം മെയിൻ ഞങ്ങളുടെ ഡിഷ് മന്തി തന്നെയായിരിക്കും. ഈ തവണ ഞങ്ങൾ പിന്നെ കേക്കൊന്നും മുറിച്ചിട്ടില്ല. വെറുതെ ഞങ്ങൾ തന്നെ കേക്ക് വാങ്ങും, ഞങ്ങൾ തന്നെ മുറിക്കും. അതിലിപ്പോൾ എന്താ പ്രത്യേകത ഉള്ളത്? ഞങ്ങളെ സർപ്രൈസ് ചെയ്യാൻ എന്തായാലും വേറെ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ചെയ്യാറാണ്. അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ കേക്കിൻ്റെ പരിപാടി വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പോയത് രന്തിൻ്റെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പാൻറ് രന്തിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷെ ഷർട്ട് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ ഇഷ്ടമാവാത്ത ഷർട്ട് വെറുതെ വീട്ടിൽ വെച്ചിട്ട് 1-2 തവണ ഇടും, പിന്നെ അത് സൈഡിലാവും. അതിലും നല്ലത് രന്തിക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ ഷർട്ട് ബാഗിലെടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷർട്ട് മാറ്റാൻ പോയിട്ട് 3-4 ഷർട്ട് ട്രൈ ചെയ്ത് നോക്കി. ഇത് രന്തിക്ക് ഇഷ്ടമായിട്ടുണ്ട്, പക്ഷെ എപ്പോഴും എടുത്തെടുത്ത് വരുമ്പോൾ ബ്ലാക്ക് തന്നെ ആവുന്നതുകൊണ്ട് അത് മാറ്റി. ആ സെയിൽസ്മാൻ്റെ തോളത്തിരിക്കുന്ന കള്ളി ഷർട്ടാണ് അവസാനം സെലക്ട് ചെയ്തത്. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും പോയി രന്തി ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. മറ്റേതൊന്നായാലും ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഷർട്ടും എടുത്ത് ഞങ്ങൾ നേരെ പോയത് ലിബർട്ടിയിലേക്കാണ്. ഇത് ഞാൻ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു തിയേറ്ററാണ്. ഞങ്ങൾ പൊതുവേ സിനിമ കാണാൻ ഇവിടെയാണ് പോയത്. കല്യാണം കഴിഞ്ഞത് മുതൽ എപ്പോഴും പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങൾ പോയി കാണാറുണ്ട്. അതിലേറ്റവും ഫണ്ണായിട്ടുള്ളത് KGF കാണാൻ പോയ കഥയാണ്. KGF 2 ഇറങ്ങിയ സമയത്ത് വിഷുവിൻ്റെ അന്നായിരുന്നു ഇറങ്ങുന്നത്. 3 മണീൻ്റെ ഷോവും ബുക്ക് ചെയ്തിട്ട്, അതും പുലർച്ചെ 3 മണിയാണ്, 3 മണിക്ക് ഷോവും ബുക്ക് ചെയ്ത് ഞങ്ങൾ കാണാൻ പോയി. അങ്ങനെ സിനിമയും കണ്ട് നേരെ വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പം അമ്മ തുറക്കുന്നു. ഞങ്ങൾ കാണുന്നത് വിഷുക്കണിയാണ്. അമ്മയെല്ലാം ഒരുക്കി വെച്ച് കണി കാണുന്ന സമയത്താണ് കറക്റ്റ് ഞങ്ങൾ സിനിമയും കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്. ഞങ്ങൾ തിയേറ്ററിൽ പോയപ്പോൾ ഇതാ ഒരു മനുഷ്യനില്ല. ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് വേണ്ടി മാത്രം ബുക്ക് ചെയ്ത തിയേറ്റർ പോലെയുണ്ട്. മുന്നിലെ സീറ്റിലൊന്നും ഒരു മനുഷ്യനേ ഇല്ല. ഞങ്ങൾ കണ്ടത് ഘട്ടാ ഗുസ്തി എന്ന് പറഞ്ഞ പടമാണ്. ഞങ്ങളുടെ രണ്ടാളുടെയും ഫ്ലേവർ 2 ജോണേഴ്സിലാണ്. അതായത് എനിക്ക് കോമഡിയും റൊമാൻറ്റിക്കുമാണ് ഇഷ്ടമെങ്കിൽ രന്തിക്ക് ഡിറ്റക്റ്റീവും ഹൊററും ഫൈറ്റൊക്കെ ഉള്ള സിനിമകളാണ് ഇഷ്ടം. എന്തായാലും എനിക്ക് മൂവി ഇഷ്ടമായിട്ടുണ്ട്. ഇനി വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം.